കണ്ണൂർ ജില്ലയിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 78.4% പോളിംഗ്. CPM-നെ ഞെട്ടിച്ച് വിമത സ്ഥാനാർത്ഥികൾ വന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലുമാണ് കനത്ത പോളിംഗ് ഉണ്ടായത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, തളിപ്പറമ്പിന്റെ കാര്യത്തിൽ, പയ്യന്നൂരിന്റെ കാര്യത്തിൽ, അതുപോലെ പേരാവൂരിന്റെ കാര്യത്തിൽ ഒക്കെ വലിയ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വിമത സ്ഥാനാർത്ഥികൾ വന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും കനത്ത പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് ഏതു തരത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നതൊക്കെ വലിയ ആകാംക്ഷയായി നിൽക്കുന്നു. എന്താണ് പോളിംഗ് ശതമാനം സംബന്ധിച്ച് മുന്നണികൾ പങ്കുവെക്കുന്ന പ്രതീക്ഷ, അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും കണ്ണൂരിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അത് എത്രമാത്രം വീറും വാശിയും ഉള്ളതായിരുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം തെളിയിക്കുന്നുണ്ട്. 78.45% ഏറ്റവും അവസാനമായി വന്ന പോളിംഗ് കണക്കുകളിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും അത് ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ പറയുന്ന രീതിയിൽ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അന്തിമമായിട്ടുള്ള കണക്ക് അത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നേരിയ വർധന, ഏകദേശം ഒരു 80% ഉൾപ്പെടെ അല്ലെങ്കിൽ അതിനടുത്തുള്ള ശതമാനത്തിലേക്ക് പോളിംഗ് ശതമാനം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത്തവണത്തെ പോളിംഗ് ഉണ്ടായിരുന്നത്. 2021-ൽ 81.59% പോളിംഗ് രേഖപ്പെടുത്തിയത് എങ്കിൽ ഇത്തവണ അത് 80%-ന് 81.93 തന്നെ ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട്. അതിനകത്തും നേരിയ ഒരു വർധനവ് വരാൻ തന്നെയാണ് സാധ്യത. ഏറ്റവും കൂടുതൽ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ വലിയ രീതിയിൽ ഒരു ഫൈറ്റിംഗ് നടത്തിയിട്ടുള്ളത് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെയാണ്. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഭാഗമായി നിന്ന് 2 പേർ പിന്നീട് മാറി നിന്ന് UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള പോരാട്ടം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ മട്ടന്നൂർ കഴിഞ്ഞ് പിന്നീട് ഏറ്റവും കനത്ത പോളിംഗ് നടന്നത് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ്. അത് അവിടുത്തെ വീറും വാശിയും എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി കുറേ നാൾ കൂടി കാത്തിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഏകദേശം 1 മാസത്തോളം കാത്തിരിക്കണമല്ലോ എന്നുള്ള ഒരു വേവലാതി മാത്രമേ കണ്ണൂരിലെ വോട്ടർമാരെ സംബന്ധിച്ചുള്ളൂ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ളൂ, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ളൂ. ഇനി കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും ഹരിക്കലിൻ്റെയും ഗണിക്കലിൻ്റെയും ഒക്കെയുള്ള ഒരു കണക്ക് കൂട്ടലിൻ്റെ ദിനങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ അടുത്ത മാസം 4-ാം തീയതിയോടുകൂടി തന്നെ ഇതിൻ്റെ ഫലം പുറത്തേക്ക് വരും. അപ്പോൾ അറിയാം എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്നതിന് നമുക്ക് കാത്തിരിക്കാം.